ട്രെയിനിൽ കുപ്പിവെള്ളത്തിന് കൊള്ളവില 14 രൂപയുടെ വെള്ളം വിൽക്കുന്നത് 20 രൂപയ്ക്ക്. പ്രതിദിനം നടക്കുന്നത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ട്രെയിനിൽ അധിക വില ഈടാക്കിയ വിൽപ്പനക്കാരനെയും കരാറുകാരുടെയും യാത്രക്കാർ കൈയോടെ പിടികൂടി ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ സി മലയാളം ന്യൂസിന്. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരുമായി വിൽപ്പനക്കാരുടെ തർക്കവും ദൃശ്യങ്ങളിൽ കാണാം. സി മലയാളം ന്യൂസ് എക്സ്ക്ലൂസീവ്. നമ്മൾ സംസാരിച്ചല്ലേ അവനോട് വിളിച്ച് ഞാൻ ചോദിച്ചല്ലേ मैं बात किया था उसको वो बोला 28 ये डुप्लीकेट पानी है रेल उसको बुला रहा हूं ना सुन ना ये गाड़ी ये क्या है नाम क्या है ये रेल का पानी नहीं है कितना बड़ा गलती है मालूम है क्या अक्वा फिना का नाम आपने ये गलती लिखा है अक्वा फिना गलती से लिखा है ये बहुत सारा इवने आईडी कार्ड കാണിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല आई कार्ड दे दो लेकिन हम सर देखना चाहिए मेरे को फोटो लेना चाहिए फोटो नहीं देंगे सर आपको देखना हाँ देखना मेरे को मालूम नहीं है ना नहीं आपका फोटो दे दो अरे सर मेरा है ना फोटो देखो ना सर क्या नाम है आपका मोहम्मद आसिम अंसारी मोहम्मद आसिम अंसारी नहीं मैं अभी पब्लिश करेगा ऐसा थोड़ा ये सब बहुत गलत काम है यार ये जो आप काम कर रहे हैं बीबीएम आपको है और ही नहीं है तो मैं उसको बोल दिया था 2 बार बोल दिया था वो भैया इसका 15 रुपए जब बताया सर हमको पता चला मैं तुरंत आया तो सर आपके पास और भी बोतल होगी पूरी गाड़ी में बोतल सर मैं आया ना सर ये इसका रेल का रेलवे पड़ी है കഴിഞ്ഞ ഫെബ്രുവരി 27-ന് തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ട്രെയിനിൽ സംഭവിച്ചതാണ് ഇത്. ട്രെയിനിൽ കുപ്പിവെള്ളം വിറ്റത് 20 രൂപയ്ക്ക്. കൂട്ടത്തിലൊരു യുവാവ് 139 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടതോടെ അധികൃതർ ഇടപെട്ടു. ഉടൻ വിൽപ്പനക്കാരനെത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. പിന്നാലെ കരാറുകാരന്റെ ജീവനക്കാരനെത്തി പണം തിരികെ നൽകി. സംഭവം അറിഞ്ഞതോടെ 20 രൂപയ്ക്ക് കുപ്പിവെള്ളം വാങ്ങിയ മറ്റുള്ളവരും പരാതിപ്പെട്ടു. പിന്നാലെ വിൽപ്പനക്കാരനെത്തി അധികമായി വാങ്ങിയ പണം തിരികെ തരാമെന്നും പരാതി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. യാത്രക്കാർ വഴങ്ങിയില്ല. പിന്നാലെ കരാറുകാരന്റെ ജീവനക്കാരൻ വീണ്ടും എത്തി പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. रेलवे पास पानी है ये सर किधर है भाई इधर प्रिंट पे पड़ी है ना सर रेलवे पास पानी है सर वो जैसे रेलवे में 14 होता है वैसे उसमें प्रिंट 14 है कितना 14 रुपए वो तो आपसे 20 लिया ना 20 लिया ना सर वो आपसे पूरा का गाड़ी में सर जो उसमें प्रिंट वाला था हाँ पूरा मैं तो सर से बोला था कि जितने लोग पूरा आदमी कंप्लेंट बोला सर ना आपको सर पहले अरे बीच में थोड़ा घर पे चले गए उसको कैसा देगा सर आप अभी जब गाड़ी में आप अभी देख रहे सर तो आप तो कम करिए सर सुबह से बेच रहा है बीच बीच में थोड़ा रिटर्न करो വൻ കൊള്ളയാണ് റെയിൽവേയുടെ അറിവോടെ ട്രെയിനിൽ നടക്കുന്നതെന്നാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പരാതിപ്പെടുന്നവരുടെ പണം തിരികെ നൽകി പ്രശ്നം പരിഹരിക്കുകയാണ് ഇവരുടെ രീതി. പരാതിപ്പെടാത്തവരാണ് ഏറെയും. അങ്ങനെ ഈ കൊള്ളസംഘം ഓരോ ദിവസവും തട്ടിയെടുക്കുന്നത് ലക്ഷങ്ങളാണെന്നാണ് വ്യക്തമാകുന്നത്. 2025 സെപ്റ്റംബറിൽ നിലവിൽ വന്ന റെയിൽവേയുടെ പുതുക്കിയ നിരക്കുകൾ പ്രകാരം 1 ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ പരമാവധി വില 14 രൂപയാണ്. നേരത്തെ 15 രൂപയായിരുന്നത് GST നിരക്കിലുണ്ടായ കുറവിനെ തുടർന്ന് റെയിൽവേ ബോർഡ് കുറയ്ക്കുകയായിരുന്നു. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിൽക്കുന്ന കുപ്പിവെള്ളത്തിന് ഈ വിലയെ ഈടാക്കാൻ പാടുള്ളൂ. 1/2 ലിറ്ററിന്റെ കുപ്പിക്ക് 10 രൂപയായിരുന്നത് 9 കുറച്ചിട്ടുണ്ട്. റെയിൽവേയുടെ സ്വന്തം ബ്രാൻഡായ റെയിൽനീർ ലഭ്യമല്ലാത്ത പക്ഷം റെയിൽവേ അംഗീകരിച്ചിട്ടുള്ള ബിസ്ലേരി, കിൻലി തുടങ്ങി മറ്റു ബ്രാൻഡുകൾക്കും ഈ നിയമം ബാധകമാണ്. നിശ്ചിത വിലയേക്കാൾ ഉയർന്ന തുക ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ 139 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതിപ്പെടാം. സംഭവം നടന്ന തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ട്രെയിനിൽ മൊത്തം 23 കോച്ചുകൾ. ഒരു കോച്ചിൽ ശരാശരി 60 പേർ യാത്ര ചെയ്യുന്നു എന്ന് കരുതിയാൽ മൊത്തം 1380 പേർ. ഇതിൽ പകുതി പേർ 1 ലിറ്ററിന്റെ കുപ്പിവെള്ളം വാങ്ങിയാൽ അധികമായി കച്ചവടക്കാരുടെ കയ്യിലെത്തുന്നത് 4140 രൂപയാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ കുടിവെള്ള മാഫിയ യാത്രക്കാരിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. സായ് സൂര്യക്കൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.